പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ അരുണാചൽ മലയുടെ ഒരു ഭാഗത്താണ് ഉള്ളത്. ഈ മല ഇവിടുന്ന് കാണുമ്പോൾ അതിൻ്റെ മേലെയാണ് നമ്മളെ ഈ കാർത്തിക വിളക്ക് അവർ കത്തിക്കുന്നത്. അതൊരു വലിയൊരു സംഭവമുണ്ട്. ഇതിൽ ധാരാളം ശില്പരൂപങ്ങൾ ഇതിൽ കാണാം. ഓരോ ആൾക്കും ഓരോ ഭാവനയിലെ പല രൂപങ്ങളും കാണാം. ആ എൻഡിൽ കാണുന്ന ഏറ്റവും ടോപ്പിലാണ് ഈ കാർത്തിക വിളക്ക്. അത് വലിയ സംഭവമാണ്. അത് കാണാൻ ലക്ഷക്കണക്കിന് എത്രയോ അരക്കോടിയുള്ള ആൾ വരുമെന്ന് പറയും. അത് ഭയങ്കര അത്ഭുതമാണ്, ദിവ്യ അത്ഭുതമാണ്. അത് രാത്രി എത്രയോ ലിറ്റർ എണ്ണ, എത്രയോ കൊപ്പരയൊക്കെ അതിൻ്റെ മേലെ പോയി കത്തിക്കുകയാണ്. അത് കുറച്ച് പേർക്ക് അവർ പാസ് കൊടുക്കും. അത് അവരെ കുറച്ച് ആൾക്ക് ഒരു 2000 പേർക്ക് പാസ് കൊടുക്കും. എല്ലാവരെയും കടത്തി വിടില്ല. അങ്ങനെ മല കയറി പോകാം. അത് മഹാത്ഭുതമാണ്. അന്ന് വെച്ചാൽ വളരെയധികം ജനത്തിരക്കായിരിക്കും കാർത്തിക വിളക്ക്. ഇപ്പോൾ വരുന്ന അടുത്ത മാസമായിരിക്കും. ഇതാണ് ഈ അരുണാചല മല. ഇതിലാണ് അത്ഭുതങ്ങളും മഹാഋഷികൾ എന്നും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ധാരാളം പേര് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, സംഭവിച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ലല്ലോ. നമ്മളൊന്നിനെയും ഇല്ലെന്ന് പറയാനും ഉണ്ടെന്ന് പറയാനും നമുക്ക് സംഭവിക്കട്ടെ. ധാരാളം പേര് കണ്ടതായിട്ട് പറയുന്നുണ്ട്. പല അത്ഭുതങ്ങളും ഇവിടെ എന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മലയിൽ ചുറ്റുപാട് ധാരാളം സിദ്ധന്മാരും സന്യാസിമാരും അവധൂതന്മാരും ഇതിൻ്റെ ചുറ്റുപാട് ഇരുന്നൊക്കെ ഉണ്ടാവും. നമുക്ക് കാണുമ്പോൾ എല്ലാം സന്യാസിമാരായിരിക്കും, പക്ഷേ ഓരോ സ്റ്റേജിലുള്ളവരായിരിക്കാം. അവരെ കണ്ടാലൊന്നും നമുക്ക് മുൻവിധിയോടുകൂടെ മനസ്സിലാക്കാനൊന്നുള്ള കഴിവ് നമുക്കുണ്ടാവില്ല സാധാരണ മനുഷ്യർക്ക്. അവരങ്ങനെ ശാന്തമായി അവരുടെ ജീവിതം സഫലീകൃതമായി ഈ തീരത്ത് ഇതിൻ്റെ ചുറ്റുപാട് അവർ സമാധിയിലേക്ക് അവരുടെ മൃത്യു എൻ്റെ ഇവിടെ തന്നെ, പിന്നെ ജന്മമില്ലെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയില്ല. പൂർണ്ണതയാണ്, മോക്ഷത്തിന് വേണ്ടി എത്രയോ പേര് ഇവിടെ വന്നിങ്ങനെ എത്രയോ പേരങ്ങനെ സമാധിയായിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ പ്രത്യേക ഒരു സുഖമാണ്. ആരും ഒന്നും പറയില്ല നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഭക്ഷണത്തിന് യാതൊരു വിഷമവുമില്ല. ഇവിടെ പല ആശ്രമങ്ങളിലും ഫ്രീ ആയിട്ട് സൗജന്യമായി ഭക്ഷണം നമുക്ക് ആവശ്യമാണ്. അങ്ങനെയാണ്. വിശക്കുമ്പോൾ ആരും പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല ഇവിടെ.